ഇതൊരു വിടപറച്ചിലല്ല, മറിച്ച് വരും ദിനങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വൻ ചരിത്ര മുഹൂർത്തത്തിനായാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ ഇതിഹാസ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ വരാനിരിക്കുന്ന സംസ്കാര ചടങ്ങ് ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് ഇറാനിൽ നടക്കാനിരിക്കുകയാണ്. ഇതൊരു സാധാരണ ശവസംസ്കാര ചടങ്ങല്ല, മറിച്ച് ആഗോള ശക്തികൾ ഉറ്റുനോക്കുന്ന ലോകരാഷ്ട്രീയത്തെയും ഇസ്ലാമിക രാജ്യങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു വൻ തന്ത്രപരമായ ഒത്തുചേരലാണ്. ശത്രു രാജ്യങ്ങളുടെ പോലും കണ്ണുകൾ ഇറാനിലേക്ക് തറച്ചു നിൽക്കുമ്പോൾ ഈ ചരിത്ര നിമിഷത്തിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി 90-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചടങ്ങ് ആഗോളതലത്തിൽ ഇത്രയധികം നിഗൂഢതയും പ്രാധാന്യവും നിറയ്ക്കുന്നത്? ഇറാനിൽ നിന്നും പുറത്തുവരുന്ന ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളിലേക്ക്. 30-ലധികം രാജ്യങ്ങൾ ഇതിനകം തന്നെ ഉന്നതതല സംഘങ്ങളെ ചടങ്ങിലേക്ക് അയക്കുന്നതിനുള്ള ഔദ്യോഗിക അഭ്യർത്ഥനകൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഇറാന്റെ സുരക്ഷാകാര്യ ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രി അലി അക്ബർ പൗർജാംഷഡിയാൻ അറിയിച്ചു. രാജ്യത്തെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വിപുലമായ ദേശീയ അന്തർദേശീയ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായാണ് ചടങ്ങുകൾ മാറ്റിവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ആയത്തുള്ള സയ്യിദ് മുജ്തബ ഖമേനിയുടെ മാർഗനിർദ്ദേശപ്രകാരം നിരവധി ദിവസങ്ങളിലായി ചടങ്ങുകൾ നടക്കും. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, നേതാവിന്റെ ഓഫീസ്, ദേശീയ സംഘാടക സമിതി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. സുരക്ഷ, ലോജിസ്റ്റിക്, മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം സമിതികളും രൂപീകരിച്ചിട്ടുണ്ട്. ടെഹ്റാൻ, ഖോം, മഷ്ഹാദ്, ഇറാഖ് എന്നിവിടങ്ങളിലായി വിടവാങ്ങൽ ശവസംസ്കാര ചടങ്ങുകൾ നടക്കും. ജൂലൈ 8-ന് മൃതദേഹം ഇറാഖിലേക്ക് കൊണ്ടുപോവുകയും ബാഗ്ദാദ്, നജഫ്, ഖർബല എന്നിവിടങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. തുടർന്ന് ജൂലൈ 9-ന് മഷാദിൽ ശവസംസ്കാര ചടങ്ങുകൾ നടക്കും. ഇമാം റസയുടെ വിശുദ്ധ ദേവാലയത്തിന് സമീപമായിരിക്കും സംസ്കാരം നടക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ദേശീയ ഐക്യവും ശക്തിയും ലോകത്തിനു മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള അവസരമായി ഈ ചടങ്ങുകളെ സർക്കാർ കാണുന്നതായും മുസ്ലിം ലോകത്തിനിടയിലെ ഐക്യദാർഢ്യവും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി. ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി 300-ലധികം വിദേശ മാധ്യമ പ്രവർത്തകർ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.